നമസ്കാരം. തെന്നാലി രാമനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പർവ്വത പ്രദേശത്ത് ഒരിടത്ത് ചക്രവർത്തിക്കൊരു കൊട്ടാരമുണ്ട്. അതൊരു ഇടത്താവളമാണ്. നല്ല തണുപ്പുള്ള സ്ഥലമാണ് അവിടം. മഴ പെയ്താൽ തണുപ്പ് ഇരട്ടിക്കുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ചക്രവർത്തിയും പരിവാരങ്ങളും അവിടെ താമസിക്കാറുണ്ട്. കൂടെ രാജസേവകന്മാരുമുണ്ടാവും. അവർക്ക് പ്രത്യേകമായ പാർപ്പിടമുണ്ട്. രാജാവിന് പ്രത്യേകിച്ചുള്ള പാർപ്പിടവുമുണ്ട്. താവളത്തിൽ ചെല്ലണമെന്നായി തെനാലി രാമൻ്റെ നിശ്ചയം. അയാൾ ഒരു ദിവസം കുതിരപ്പുറത്ത് കയറി യാത്രയായി. വളരെ ദൂരം സഞ്ചരിച്ച് ആ താവളത്തിൻ്റെ അടുക്കലെത്തി. അപ്പോഴേക്കും തണുപ്പ് കഠിനമായിരുന്നു. മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. തെനാലി രാമൻ്റെ കുപ്പായങ്ങൾ മഴവെള്ളത്തിൽ കുതിർന്നു. കിടുകിട വിറച്ചുകൊണ്ട് തെനാലി രാമൻ കൊട്ടാരം സേവകന്മാരുടെ പാർപ്പിടത്തിലേക്ക് പോയി. നടുവിൽ തീ കൂട്ടിയിട്ടിരിക്കുന്നു. രാജസേവകന്മാർ ചുറ്റിനും ഇരിക്കുന്നു. എന്തു സുഖമാണ് തീ കായാൻ! അതേസമയം സംഭാഷണം ചെയ്യാനും പലഹാരം തിന്നാനും ഒന്നാന്തരം മാംസപലഹാരം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഓരോരോ താവളങ്ങളിൽ മാംസപലഹാരങ്ങളിൽ ചൂടെ വെക്കുന്നു. അവർ സ്വാദോടെ തിന്നുന്നു, വെടി പറയുന്നു, ചിരിക്കുന്നു. ആകെ ഒരു രസം, ആകെ ഒരു കോലാഹലം. അങ്ങനെ രാജസേവകന്മാർ അവിടെ ആസ്വദിക്കുകയാണ്. അപ്പോഴാണ് തണുത്തു വിറച്ച് കുതിരപ്പുറത്ത് തെനാലി രാമൻ്റെ വരവ്. അല്പനേരം തീ കാഞ്ഞെങ്കിൽ രാമൻ ഇരിക്കാൻ ഇടമുണ്ടോ എന്ന് നോക്കി. അല്പം പോലും ഇടമുണ്ടായിരുന്നില്ല. തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് രാജസേവകന്മാർ. നനഞ്ഞൊലിച്ചു വന്ന തെനാലി രാമനെ എല്ലാവരും കണ്ടിരുന്നു. പക്ഷേ ആരും അവനവൻ്റെ സ്ഥാനത്ത് നിന്ന് അല്പവും ഇളകിയില്ല. അവർ തെനാലി രാമന് ഇരിക്കാനുള്ളൊരു അവസരവും നൽകിയില്ല. എന്നാൽ ഇനി തനിക്കിരിക്കാൻ ഇടമുണ്ടാക്കുക തന്നെ. തീക്ഷ്ണമായ ബുദ്ധിയല്ലേ രാമന്. തെനാലി രാമൻ തൻ്റെ ബുദ്ധി പ്രയോഗിച്ചു. കൂട്ടുകാരെ, ദീർഘയാത്ര കഴിഞ്ഞു വരികയാണ് ഞാൻ. എൻ്റെ കുതിരയുമുണ്ട്. എൻ്റെ കുതിര പുറപ്പെടും മുമ്പേ അതിന് ആഹാരം കൊടുത്തില്ല. പാവം വല്ലാതെ വിശന്നിരിക്കുകയാണ്. അതിന് കൊടുക്കാൻ കുറേ മാംസപലഹാരം തരിക. തെനാലി രാമൻ രാജസേവകന്മാരോട് അഭ്യർത്ഥിച്ചു. രാജസേവകന്മാർക്ക് തെനാലി രാമൻ്റെ ഈ അഭ്യർത്ഥന അത്ഭുതം തോന്നി. അത്ഭുതമുളവായ രാജസേവകന്മാർ തെനാലി രാമനോട് ചോദിച്ചു, രാമ, എന്താണ് നിങ്ങൾ പറയുന്നത്? കുതിരയ്ക്ക് മാംസപലഹാരം വേണമെന്നോ? മാംസപലഹാരം കഴിക്കുന്ന കുതിര അല്ലേ? അങ്ങനെ ഒരു മൃഗത്തെക്കുറിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതും ഒരു കുതിരയെക്കുറിച്ച്. അതിനകത്തൊരു രാജസേവകൻ പറഞ്ഞു, സ്നേഹിത, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ?